പത്തനംതിട്ട കോന്നി എലിയറക്കലിൽ രാത്രി 11ഓടെയാണ് നാടിനെ ഞെട്ടിച്ച സംഭവം. മദ്യലഹരിയിലായിരുന്ന നിയാസ് ഭാര്യയെ മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയതാണ് അയൽവാസിയും ബന്ധുവുമായ വഹാബ്. ചുറ്റിക കൊണ്ട് ഇയാൾ തലയ്ക്കടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വഹാബിനെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ കുടുംബ വഴക്ക് നിരന്തരമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾ അറിയുന്ന പറഞ്ഞാൽ ഇവിടെ ഇവരൊരു സഹോദരങ്ങൾ അമ്മ എപ്പോഴും മദ്യപാനമായിട്ട് ബന്ധപ്പെട്ട് എന്നും വഴക്കാം. ഈ മരിച്ച ആള് എപ്പോഴും മദ്യവെച്ചിട്ട് വിഷയം സഹോദരങ്ങൾ തമ്മിലേ ഉള്ളൂ, അല്ലാതെ നാട്ടുകാരെ തമ്മിലോ മറ്റു ആരുമായിട്ടും ഇല്ലേ. സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ട് എപ്പോഴും വീട്ടിൽ ഇവിടെ വെച്ച് തന്നെ മദ്യവെച്ചിട്ട് വഴക്കാണ്. ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഇതുപോലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇതുപോലെ ഹർത്താലിനൊരു ഈ പ്രശ്നം ഉണ്ടായി. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രതിയെന്ന് സംശയിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഈ സഹോദരിയുടെ പുത്രിയുടെ ഭർത്താവായിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്ന് ഒരാളുണ്ട്. അതൊരു 6 മാസമായിട്ട് ആ പുള്ളിക്കാരന് ഇവിടെ ഉണ്ട്. അപ്പോൾ അവനുമായിട്ട് നിരന്തരം വഴക്കാം. കഴിഞ്ഞ ദിവസം റോഡിൽ ഹർത്താലിനന്ന് റോഡിൽ കിടന്ന് ഈ സഹോദരിയുടെ മോളെ ആക്രമിച്ചു. അത് കഴിഞ്ഞ് ഇന്നലെ ഇവിടെ ഉണ്ടായി. അപ്പോൾ സ്ഥിരം ഇവിടെ പ്രശ്നങ്ങളാണ്, മദ്യപാനമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ നാട്ടുകാരെന്ന രീതിയിൽ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ, ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ നാട്ടുകാർക്കൊന്നും ഒരു പുരോഗതിയില്ല. ഇവർ തമ്മിലുള്ള പ്രശ്നമുള്ളൂ. അതിലൊക്കത്തൊക്കെ ഒരു വീട്ടിൽ ഒരു പ്രശ്നത്തിൽ ഒരു ചീത്ത വിളിക്ക് പോലും ഇവർ പോകത്തില്ല. ഇവരൊരു 4 വീടുണ്ട് സഹോദരങ്ങളുടെ. ആ വീട്ടിൽ ഇവർ ഈ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ വീട്ടിൽ വെച്ചാണ് മദ്യപിക്കുകയും മദ്യപാനത്തിനെ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടായി. തർക്കത്തിൽ ഈ പ്രതി എന്ന് പറയുന്ന ഒരു ക്രിമിനലാണ്. തിരുവനന്തപുരത്തൊക്കെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ആ പ്രതി കല്ലുകൊണ്ട് തലക്കിടിച്ചെന്നാണ് ഇപ്പം അറിഞ്ഞിടത്തോളം മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ബ്ലഡൊക്കെ കിടപ്പുണ്ട് വീടിന് സമീപം. അങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. കൊല്ലപ്പെട്ട വഹാബിന്റെ ഭാര്യ സഹോദരിയുടെ മകളാണ് പ്രതി നിയാസിന്റെ ഭാര്യ. സീ മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.